ഇന്നേക്ക് മൂന്നാം പക്കം സമ്മതിദാനം. പഞ്ചായത്ത് മുതൽ ലോക്സഭയിലേക്ക് വരെ പലവട്ടം വോട്ട് ചെയ്ത് പരിചയസമ്പത്ത് കൈവരിച്ചവരാണ് നമ്മളിൽ അധികവും. പെറപ്പെട്ടതിന്റെ പിന്നാലെ ഇടതടവില്ലാതെ നല്ലോണം ഉത്സാഹിച്ച് വളർന്നതിനാൽ 5.3 ലക്ഷം ആളുകൾക്ക് സ്വന്തമായി പ്രായപൂർത്തി കൈവരിക്കാൻ ഇതിനോടകം കഴിഞ്ഞു. അവരെല്ലാം ഇന്ന് വോട്ടവകാശികളാണ്. വെള്ളിയാഴ്ച കന്നി വോട്ടുമായി പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് സകലരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകും, അല്ലെങ്കിൽ ആകണം. ജനാധിപത്യ സമ്പ്രദായം നാട്ടുനടപ്പായ കാലം മുതൽ ഭരിക്കാനുള്ള ആളുകളെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഭരണം ജനാധിപത്യത്തിനൊപ്പം ചേർന്നു പോകുന്ന ഒരു ഭാഷാപ്രയോഗമോ അതല്ലെങ്കിൽ പ്രവർത്തന ശൈലിയോ അല്ല. രാജ്യത്തെയും സമൂഹത്തെയും സേവിക്കാനുള്ള ആളുകളെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത്തവണ ആ മനോഭാവത്തോടെ നമ്മൾ സമ്മതിദാനം നിർവഹിക്കണമെന്ന ആഗ്രഹം ഒരു എളിയ അഭ്യർത്ഥന പോലെ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള പ്രാർത്ഥന പോലെ പോങ്ങൻ എൻ്റെ സഹജീവികളോട് പങ്കിടുകയാണ്. ജനിച്ചു മരിക്കുന്നതിനിടയിൽ മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഏതാനും ദിനരാത്രങ്ങളുടെ പേരാണ് ജീവിതം. ആരുടെയെങ്കിലും ഭരിപ്പിന് കീഴിൽ തീർക്കേണ്ട ഒരു ജീവാവസ്ഥയല്ല അത്. നമ്മൾ പോലും നമ്മളെ ഭരിക്കരുത്. സ്നേഹിച്ചും സേവിച്ചും സഹായിച്ചും സഹകരിച്ചും സഹജീവിതം നയിക്കണം. അതുകൊണ്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടി ആരെയും നമ്മൾ തിരഞ്ഞെടുക്കരുത്. നാടിന് പുരോഗതി, നാട്ടുകാർക്ക് സമൃദ്ധി, അത് നൽകാൻ പ്രാപ്തരായവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അധികാരികളായിട്ടല്ല, നമ്മുടെ സേവകരായിട്ട് വേണം അവരെ തിരഞ്ഞെടുക്കാൻ. ജനങ്ങൾക്ക് മതിയായിട്ടുള്ള പൗരബുദ്ധിയും ദേശീയ ബോധവും ഇല്ലെങ്കിൽ ജനാധിപത്യം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അന്ധനായിട്ടുള്ള ഒരു മനുഷ്യന് ലഭിച്ച ആപ്പിൾ വിഷൻ പ്രോ പോലെയാണ് നമ്മൾ മലയാളികളുടെ കൈവശം ഇരിക്കുന്ന ഈ ജനാധിപത്യം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഒരു പരിപാടി അബദ്ധവശാൽ പോകന്റെ കണ്ണിൽ നിന്ന് കൊണ്ടു. തിരഞ്ഞെടുപ്പ് അവലോകനമാണ് വിഷയം. അതിൽ പറയുന്നു ആറ്റിങ്ങലിൽ 60% ഈഴവ വോട്ടുണ്ടെന്ന്. കോട്ടിട്ട് കഴുത്തിൽ കോണകം കെട്ടി നല്ല വടിവത്ത വാക്കുകളിൽ നമ്മുടെ മാധ്യമധർമ്മക്കാർ ജാതി തിരിച്ച് വോട്ടെണ്ണം പറയുകയാണ്. പറഞ്ഞവർക്കും കേട്ടവർക്കും ഒന്നും യാതൊരു പ്രശ്നവും തോന്നിയില്ല. ആ കമന്റ് ബോക്സിൽ കണ്ടു ഒരാൾ പോലും ആ പ്രയോഗത്തിൽ അതൃപ്തിയോ ആക്ഷേപമോ കണ്ടതായി പോങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്ര കരുത്തുറ്റ മതേതര ബുദ്ധിയും ജനാധിപത്യ ബോധവും ഒക്കെയാണ് നമ്മുടെ പാർട്ടികൾക്കുള്ളത്. അങ്ങനെയുള്ള പാർട്ടികളുടെ ഭരിപ്പിന് കീഴിൽ കഴിയുന്ന നമുക്ക് അതിലൊന്നും ഒരാക്ഷേപവും തോന്നിയില്ലെങ്കിൽ സ്വാഭാവികം. ഒരു മണ്ഡലത്തിൽ ഇത്ര ഈഴവ വോട്ടുണ്ട്, ഇത്രയെണ്ണം നായന്മാരുണ്ട്, നാടാർ വോട്ടുകൾ ഇത്ര വരും എന്നൊക്കെ പറയുന്ന മാധ്യമധർമ്മക്കാരുള്ള ഒരു നാട്ടിൽ പൊതുജനം തീർച്ചയായിട്ടും അതിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ചു പോകും. അങ്ങനെ കൽപ്പിച്ചു പോയാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പൊതുജനം നമ്മുടെ സാമാന്യ ബുദ്ധിയെയും സാമൂഹ്യ ബോധത്തെയും ആശ്രയിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഇത്തവണ മുതലെങ്കിലും വിധിയെഴുത്ത് നടത്തണമെന്നാണ് പോങ്ങന്റെ എളിയ അഭ്യർത്ഥന. ഒരു മണ്ഡലത്തിൽ ഇത്ര CPM വോട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ ഇത്രയാണ്, BJPക്ക് ഉറപ്പായ വോട്ടുകൾ ഇത്രയെണ്ണമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് പോലും ജനാധിപത്യത്തിന്റെ ദൗർബല്യമാണെന്നാണ് പോങ്ങന്റെ ഒരു കാഴ്ച. ജാതിക്കോ മതത്തിനോ കക്ഷി രാഷ്ട്രീയത്തിനോ അല്ല സ്ഥാനാർത്ഥിയുടെ സേവനശേഷി, അദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തി, ആ മനുഷ്യൻ പേറുന്ന സാമൂഹ്യ പ്രതിബദ്ധത, അദ്ദേഹം പുലർത്തുന്ന പൗരബോധം, ഇവയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണിക്കപ്പെടേണ്ടത്. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കുമൊക്കെ ജയിച്ചെത്തുന്നവർ പ്രതിനിധീകരിക്കേണ്ടത് ഏതെങ്കിലും ജാതിയെയോ മതത്തെയോ രാഷ്ട്രീയ സംഘടനയോ ഒന്നുമല്ലല്ലോ. അതാത് മണ്ഡലത്തിലെ പൊതുജനത്തെ അല്ലേ അവരൊക്കെ പ്രതിനിധീകരിക്കേണ്ടത്. ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ നായന്മാരുടെയും സംഘികളുടെയും, അതുപോലെ തന്നെ V മുരളീധരൻ ആറ്റിങ്ങലിലെ ഈഴവരുടെയും സംഘികളുടെയും, അതേപോലെ തന്നെ ആരിഫ് ആലപ്പുഴയിലുള്ള കമ്മിസുടുക്കളുടെയും മുസൽമാന്മാരുടെയും, ആന്റോ ആന്റണി പത്തനംതിട്ടയിലുള്ള കൊങ്ങികളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രമാണോ മത്സരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെയാണോ മത്സരിക്കേണ്ടത്? ഇവരുടെ ജാതിക്കും മതത്തിനുമൊക്കെ എന്ത് പ്രസക്തി? ജാതി മത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിനും നമ്മുടെ ജീവിതത്തിന്റെ സമൃദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും അഭിവൃദ്ധിക്കുമൊക്കെയായി നമ്മൾ പൊതുജനം എന്നാണ് ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോവുക? പോങ്ങന്റെ അഭിപ്രായത്തിൽ അതിനുള്ള സുവർണാവസരമാണ് വന്നിരിക്കുന്നത്. അതായത് വരുന്ന വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ 2024 ഏപ്രിൽ 26 നമ്മൾ പൊതുജനം പോളിംഗ് ബൂത്തിലേക്ക് പോകണം. സ്വന്തം ജാതിക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെയോ
സ്വന്തം മതക്കാരനായിട്ടുള്ള മത്സരാർത്ഥിയെയോ സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള പോരാളിയോ ജയിപ്പിക്കാൻ വേണ്ടിയല്ല, നമുക്ക് ജയിക്കാൻ വേണ്ടി, നമ്മുടെ നാടിനെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വോട്ട് അർഹതയുള്ള സ്ഥാനാർത്ഥിക്ക് ദാനം ചെയ്യണം. അതും നമ്മെ ഭരിക്കാനായിട്ടല്ല, അടുത്ത 5 കൊല്ലം നമ്മളെ സേവിക്കാനായിട്ട് വേണം നമ്മുടെ വോട്ട് നമ്മൾ ദാനം ചെയ്യേണ്ടത്. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പോകുന്നില്ല. എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചാൽ വളരെ നന്നായിരുന്നു എന്ന് പറയുന്നൊരു അഭിപ്രായം പോകുന്നുണ്ട്. അതായത് ചാണകക്കുഴിയിൽ വീഴാതെ വളരെ കഷ്ടപ്പെട്ട് സ്വന്തം പ്രബുദ്ധത സംരക്ഷിച്ചു വരുന്ന ഒരു പ്രത്യേകതരം മതേതര ജീവികളാണല്ലോ നമ്മൾ മലയാളികൾ. എന്തിലും ഏതിലും ജാതിയും മതവും ഉളുപ്പില്ലാതെ നോക്കുകയും പറയുകയും ചെയ്യുന്ന അതേ നാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും മതേതരരെന്ന് സ്വയം വിശ്വസിച്ചും ആരോപിച്ചും അവനവനെ തന്നെ അധിക്ഷേപിക്കുന്ന നിർനാണ സമൂഹമാണ് നമ്മൾ. ശരിയല്ലേ? നമ്മൾ എന്തിലാണ് ജാതി കാണാത്തത്? എന്തിലാണ് മതം പറയാത്തത്? എന്തായാലും ചാണകക്കുഴിയിൽ വീഴാതിരിക്കാനുള്ള പ്രബുദ്ധ ജനതയുടെ കരുതലിനെ മാനിച്ചുകൊണ്ട് പോകാൻ ഒരു കാര്യം പറയാം. കേന്ദ്രഭരണം നേടാൻ ഒരൊറ്റ സീറ്റ് പോലും കേരളം BJPക്ക് സംഭാവന ചെയ്യേണ്ട ആവശ്യമില്ല. 3ാം വട്ടവും BJP ഈ മഹാരാജ്യം ഭരിക്കുമെന്നത് 3.5 തരം. അത് പോകാൻ പറയുന്നതല്ല, നമ്മുടെ സാക്ഷാൽ ഖാർഗെ പോലും അത് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു. അദ്ദേഹത്തിന് പോലും സംശയം ആകെയുള്ളത് സീറ്റ് 400-ൽ കൂടുമോ അല്ലെങ്കിൽ 400 മാത്രമേ ഉണ്ടാകുമോ, അല്ലെങ്കിൽ 400-ൽ ചുറ്റിപ്പറ്റി നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് പോങ്ങൻ പറയുന്നതല്ല, പോങ്ങന്റെ ആഗ്രഹമല്ല, പോങ്ങന്റെ നിരീക്ഷണമല്ല, പോങ്ങന്റെ നിഗമനവുമല്ല. ഖാർഗെ പോലും അത് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ചാണകക്കുഴിയിൽ വീഴാതെ സുടുമലക്കുഴിയിൽ കിടന്ന് പ്രബുദ്ധതയുടെ പൂക്കൾ സ്വഭാവത്തിൽ വിരിയിക്കുന്നതിൽ അഭിമാനം കാണാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരക്കാർ ഇത്തവണ BJP ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. BJPക്ക് ഒരു വോട്ട് കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും തെറ്റില്ല. സാധ്യമാകുന്നത്ര സീറ്റുകൾ BJPക്ക് നൽകിയാൽ കേരളത്തിന് പരമാവധി പുരോഗതി കൈവരിക്കാൻ തീർച്ചയായിട്ടും അതുവഴി സാധിക്കും. ഒരു സീറ്റ് പോലും നൽകിയില്ലെങ്കിലും ഉറപ്പായും BJP കേരളത്തിനായി പലതും ചെയ്യും. കാരണം കേരളം ഭാരതത്തിന്റെ ഭാഗമാണെന്ന് അവർക്കറിയാം. ഒട്ടുമിക്ക മലയാളികൾക്കും ആ ബോധം പക്ഷേ ഇല്ല. ഈ സുടുമലം തിന്ന് കൊഴുക്കുന്നത് കൊണ്ടും അറബിക്കടലിന്റെ തീരത്തു കിടന്ന് അറബിക്കാറ്റടിച്ച് കഴിയുന്നത് കൊണ്ടും പ്രബുദ്ധരുടെ വിചാരം മലയാളം മാതൃഭാഷയാക്കിയിട്ടുള്ള ഒരു ബോൺസായി സൗദി അറേബ്യയാണ് കേരളമെന്നാണ്. ഈ വിഡ്ഢികളോട് എന്തു പറഞ്ഞിട്ടുണ്ട്? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പറ്റുന്നത്ര സീറ്റുകൾ BJPക്ക് നൽകാൻ നോക്കുക എന്ന് പോങ്ങബുദ്ധരോട് പൊങ്ങൻ പറയുന്നു. അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു ലക്ഷണവും കൂടിയാണ്. അതാണ് പൊങ്ങന് പറയാനുള്ളത്. രാഷ്ട്രീയമൊന്നും കാണണ്ട അതിൽ. നാടിന്റെ പുരോഗതി, സാധ്യമായ വഴികളിലൂടെയെല്ലാം വികസനം, പുരോഗതി, അഭിവൃദ്ധി, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായിട്ടുള്ള സഹായം അത് സാധാരണ ജനങ്ങൾക്ക് വോട്ടിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. വേറെ മാർഗമൊന്നുമില്ല നമ്മളെപ്പോലുള്ള ആളുകൾക്ക്. ആ വോട്ട് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്ന് പറയുന്നത് മാത്രമാണ്. നമ്മുടെ വിരലിൽ പുരളുന്ന മഷി എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കരുത്. അത് നമുക്ക് പറ്റിയ അബദ്ധത്തിന്റെ ഒരു പാടായി അത് നമ്മുടെ വിരലിൽ, അല്ല ഈ വിരലല്ല കേട്ടോ, ഈ വിരലിൽ അവശേഷിക്കരുത്. ശരിയല്ലേ? എന്തായാലും പാർലമെന്റിലേക്ക് മലയാളികളെ പ്രതിനിധീകരിച്ച് കോൺഗ്രസും BJPയും പോകുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ഈ ഹമാസികളുടെ അപ്പിക്കുഴിയിൽ കിടന്ന് സുടുമലം തിന്നുന്ന കമ്മിക്കുണേശന്മാർ ചാണകക്കുഴിയുടെ പരിസരത്ത് പോലും ചെല്ലുന്നത് ചാണകത്തിന് നാണക്കേടാണ്. ഒന്നുമല്ലെങ്കിലും ചാണകം എന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ള ഒരു അപ്പിയല്ലേ? അല്ലേ? അതുകൊണ്ട് ഒരൊറ്റ സുടുമലം തീനി പോലും പാർലമെന്റ് കാണില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള വിവേകം ജനാധിപത്യ സ്നേഹികൾ കാണിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഒരൊറ്റ സുടുമലം തീനി പോലും പാർലമെന്റ് കാണില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള വിവേകം ജനാധിപത്യ സ്നേഹികൾ കാണിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. നാടിനും നമുക്കും നല്ലതു നൽകാനായി നൽകണം നമ്മുടെ സമ്മതിദാനം. നന്ദി, സ്നേഹം. എന്തോ ആരോ സംഖ്യന്ന് വിളിച്ചു, ഒന്ന് പോയി നോക്കട്ടെ. അയ്യോ. അപ്പോൾ എല്ലാവർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സമ്മതിദാന ദിനാശംസകൾ മുൻകൂറായി പോകേണ്ടിയിരുന്നു. കസറുക എന്താ വരുന്നു. എന്തോ ഒരു കാര്യം പറയാൻ മറന്നുപോയി.
ഓ ഏതോ ഒരു സുടുമലം തീനിയാണ്, പോയി നോക്കട്ടെ. എന്നെ ചാണകം മണക്കുന്നു എന്ന് പറയാൻ വേണ്ടി വിളിക്കുകയാണ്.